ഹായ് ഗൈസ്, ഇപ്പം എൻ്റെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇതൊരു ബ്ലോഗ് പോലെയാണ് കേട്ടോ. അപ്പോൾ ഇത് നമ്മളെ ഗ്രൂപ്പിലെ എൻ്റെ സുഹൃത്ത് ബിജോയുടെ വണ്ടിയാണ്. ഇത് നമ്മൾ 2.2 ഡൈക്കോർ VTT 2011 മോഡൽ ഒരു പാറ്റത്തിലേക്ക് കയറിയല്ലോ. അപ്പോൾ ഈ വണ്ടിക്ക് അല്ലറ ചില്ലറ കുറച്ച് വർക്കുകളുണ്ട്. അപ്പോൾ അത് എടുപ്പിക്കാനും കൂടിയാണ് ഞാൻ ഇത് എടുത്തുകൊണ്ട് വന്നത് പുള്ളി ഗൾഫിൽ പോകുന്ന സമയത്ത്. അപ്പോൾ മെയിനായിട്ട് നമുക്ക് ബാറ്ററി ഒന്ന് ആദ്യം ഒന്ന് ചെക്ക് ചെയ്യാൻ പോയിട്ടൊന്ന് 2 ദിവസമായി വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ട്. അപ്പം ഞാൻ സ്റ്റാർട്ട് ചെയ്തൊന്ന് ഓഫ് ചെയ്തതാണ്. എന്നാലും ഒന്നുകൂടെ ഒരു ക്വാളിറ്റി സ്റ്റാർട്ട് പോലെ കാണിക്കാം. ബാറ്ററി ഇടയ്ക്ക് ഭയങ്കര സ്ലോ ഉണ്ട്. സ്റ്റാർട്ടിങ് ഒരു ഉഷാറില്ല. 2.2 ഡൈക്കോർ നല്ല ചക്കന്ന് പറഞ്ഞ് സ്റ്റാർട്ട് ചെയ്യേണ്ടതാണ്. അപ്പോൾ നമ്മുടെ വണ്ടി ഇവിടെ ഉണ്ട്. നമ്മുടെ വണ്ടിയിൽ ഇപ്പോൾ ബ്രേക്ക് ബൂസ്റ്ററിൻ്റെ വർക്ക് കഴിഞ്ഞ് നമുക്ക് വിശദമായിട്ട് ഓരോ കാര്യങ്ങൾ നമുക്കിങ്ങനെ ഓരോ വ്ളോഗിലായിട്ട് പറയാം. അപ്പോൾ ഇത് ബ്രേക്ക് ബൂസ്റ്റർ വർക്ക് കഴിഞ്ഞ് ഇപ്പോൾ ഏകദേശം 200 കിലോമീറ്റർ 250 കിലോമീറ്റർ ഓടി. കുഴപ്പമില്ല, ബ്രേക്ക് മാഷാഅല്ലാ ഉഷാറായി. ഇത് 3 ലിറ്റർ ഡൈക്കോർ 4x4 ആണ്. അറിയാത്തവർക്ക് 3 ലിറ്റർ ഡൈക്കോർ 2006 മോഡൽ 4x4 ആണിത്. ഇത് 2011 മോഡൽ 2.2 ഡൈക്കോർ VTT 4x2 വണ്ടി. VX അല്ല, EX വണ്ടി, മിഡിൽ ഓപ്ഷൻ വണ്ടി. എൻ്റെത് LX ആണ്, ബേസ് ഓപ്ഷനാണ്. അപ്പോൾ ഇതിൽ എക്സ്ട്രാ അഡീഷണൽ ആയിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട് ഈ വണ്ടിയിൽ. അതൊക്കെ നമുക്ക് വഴിയെ പരിചയപ്പെടാം. നമുക്ക് ആദ്യം ഇന്ന് കൊണ്ടുപോയിട്ട് ബാറ്ററി ഒന്ന് ചെക്ക് ചെയ്യിപ്പിക്കാം. വോൾട്ടേജ്, ആൾട്ടർനേറ്റർ കറക്റ്റ് ചാർജ് ആവുന്നുണ്ടോ അതൊക്കെ ഒന്ന് ചെക്ക് ചെയ്യിപ്പിക്കാം. സ്റ്റാർട്ടിങ്ങിൻ്റെ ലാഗ്, സ്റ്റാർട്ടിങ് മോട്ടറിൻ്റെതാണോ അതോ ബാറ്ററിയുടേതാണോ എന്നുള്ളത്. ബാറ്ററി വീക്കാണെങ്കിൽ എൻ്റെ ബാറ്ററി പുതിയതാണ്. അപ്പോൾ എൻ്റെ ബാറ്ററി ഇതിലേക്കൊന്ന് സ്വാപ്പ് ചെയ്തിട്ട് എങ്ങനെയുണ്ട് സ്റ്റാർട്ടിങ് എന്ന് വേണമെങ്കിൽ അതും കൂടെ ഒന്ന് ചെക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് സ്റ്റാർട്ടിങ് നോക്കാം. ഇതിൻ്റെ സ്റ്റാർട്ടിങ് ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത് പുഷ് ബട്ടൺ പോലെ പെട്ടെന്ന് സ്റ്റാർട്ടായിട്ടുണ്ട്. ഇത് ഞാൻ നേരത്തെ സ്റ്റാർട്ട് ചെയ്ത് ഓഫ് ചെയ്തതാണ്. അപ്പോൾ എന്തായാലും ജസ്റ്റ് ഒന്ന് ചെക്കപ്പ് ചെയ്യാം. ഇടയ്ക്ക് ബാറ്ററി ഇറങ്ങിപ്പോകുന്നുണ്ട്. അപ്പോൾ ഇറങ്ങിപ്പോകുന്നത് എന്ത് കാരണത്താലാണെന്നറിയില്ല. ഇത് നമ്മളെ ടാറ്റയുടെ ആസ്ഥാന ബീപ്പ് സൗണ്ട് നല്ല രസമാണ്. അത് വണ്ടി കയറി കഴിഞ്ഞാൽ അത് ആ സൗണ്ട് കഴിഞ്ഞ ശേഷമാണ് വണ്ടി ശരിക്കും സ്റ്റാർട്ട് ചെയ്യേണ്ടത്. ഇതാണ് എൻ്റെ വണ്ടിയുടെ ഏകദേശ ടൈപ്പ് ഒരു ഇൻറ്റീരിയറാണ്. ഇതുപോലത്തെ ഒരു ടച്ച് സ്ക്രീനാണ് എൻ്റെ വണ്ടിയിലും വരുന്നത്. ഈ വണ്ടിയുടെ ഓണർ ബിജോട്ടനാണ് എനിക്കത് ഫിറ്റ് ചെയ്ത് തന്നത്. അപ്പോൾ ഇതിൽ കോസ്മെറ്റിക് ചേഞ്ചസ് കുറച്ച് വരുത്താണ്ട്. ഇത് നല്ല സ്റ്റീറിങ്ങിൻ്റെ കവർ അടിക്കണം, നല്ല അടിപൊളി ഒരു ഗിയർ നോബ് ഫിറ്റ് ചെയ്യണം. അങ്ങനെ കുറച്ച് കാര്യങ്ങളും ചെയ്യാനുണ്ട്. പിന്നെ പാച്ച് വർക്ക് കുറച്ചുണ്ട്. ഈ ഒരു സീറ്റിൻ്റെ പ്ലാറ്റ്ഫോം അതൊക്കെ ഒന്ന് ചെറുതായിട്ട് ഇളക്കി പാച്ച് ചെയ്യാനുണ്ട്. AC എടുക്കുന്നില്ല, വർക്ക് ചെയ്യുന്നില്ല. അപ്പോൾ ACയുടെ വർക്കുകൾ നമുക്ക് ചെയ്യിപ്പിക്കണം. ഇത് കണ്ടോ, ഇതാണ് ഇതിൻ്റെ ബ്ലൂടൂത്ത്. നമ്മുടെ ടയർ പ്രഷർ ഉണ്ടല്ലോ അതിൻ്റെ സെൻസറാണിത്. അപ്പോൾ ഇതിൽ സ്റ്റീരിയോ രണ്ടും വർക്കിംഗ് ആണ്. ഇത് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ടച്ച് സ്ക്രീൻ ഓണായി വരും. അപ്പോൾ ഇത് ഈ ഒരു ലിവർ ഉണ്ടല്ലോ, ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും സ്വിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിലോട്ടും മാറ്റാൻ പറ്റും. നല്ല പ്രൊഫഷണൽ ഫിറ്റിംഗ് ആണ് ഈ ടച്ച് സ്ക്രീനിൻ്റെ കാര്യത്തിൽ. ഈ പുള്ളി ബിജുവേട്ടൻ ഭയങ്കര മാഷാഅല്ലാ, പുള്ളിക്ക് നല്ല നോളജ് ഉണ്ട് ഈ ഒരു വയറിങ്ങിൽ. പുള്ളി ഗൾഫിൽ വയറിങ്ങിൻ്റെ പരിപാടിയാണ്. ഇത് വണ്ടികളുടെ ഇലക്ട്രീഷ്യനാണ്. അപ്പോൾ അതുകൊണ്ട് പുള്ളിക്ക് അതിൻ്റെ സ്കില്ലുണ്ട്. അപ്പോൾ എൻ്റെ ഇതിലും പുള്ളിയാണ് സെറ്റ് ചെയ്ത് തന്നത്. ആയിരിക്കാമെങ്കിലും പുള്ളി ഇനി വേറെ ആയിരിക്കും ചെയ്ത് കൊടുക്കുമെന്ന് എനിക്കറിയില്ല. അവിടെ ഒരു ട്യൂട്ടർ ലൈൻ ട്യൂട്ടർ വെച്ചിട്ടുണ്ട്. എക്സ്ട്രാ പുറത്തൊരു ട്യൂട്ടറുണ്ട്. പിന്നെ ഡാഷ് ക്യാമറ ഉണ്ട് ഇവിടെ. DD-Pi ഡാഷ് ക്യാമറ N2 ആണെന്ന് തോന്നുന്നു. DD-Pi N2 ആണെന്ന് തോന്നുന്നത്. അത്യാവശ്യം നല്ല ഡാഷ് ക്യാമറയാണ്. വിത്ത് ഡിസ്പ്ലേ, അതിൻ്റെ ഒരു ടൈമിങ് എന്നതൊക്കെ അതിൻ്റെ അത് കാണിക്കും. അത് കാണുന്നറിയില്ല. ഓക്കെ. പിന്നെ ഇൻറ്റീരിയർ നല്ല നീറ്റാണ് മെയിനായിട്ട്. മാഷാഅല്ലാ, റൂഫെല്ലാം നോക്ക്, നല്ല നീറ്റാണ്. ചെറിയ വർക്കുകൾ മാത്രമേ ഈ വണ്ടിക്കുള്ളൂ. സ്റ്റിയറിംഗ് ഒക്കെ നല്ല സ്മൂത്താണ്. സൗണ്ടും നല്ലൊരു സൗണ്ടുമാണ് ഇതിൻ്റെ. നമുക്കൊന്ന് ഓടിച്ച് നോക്കാം അവിടുന്ന്. അപ്പം എന്തായാലും ഞാൻ ബാറ്ററി കടയിൽ പോയിട്ട് അവിടെ നിന്ന് ഇലക്ട്രീഷ്യനെ കൊണ്ട് ഇതിൻ്റെ ഇലക്ട്രിക്കൽ ഭാഗങ്ങളൊന്ന് ചെക്ക് ചെയ്യിപ്പിക്കാനുണ്ട്. ഒരു വയറ് ഫ്യൂസ് ഉണ്ട്. ഇതിൻ്റെ ഒരു ഫ്യൂസ് സോൾഡർ ചെയ്ത് സെറ്റാക്കാനുണ്ട്. കാരണം
ആ ഫ്യൂസ് ഒരുക്കി പോകുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ എന്താണ് മിസ്റ്റേക്ക് അതൊക്കെ ഒന്ന് നോക്കണം, എന്തുകൊണ്ടാണത് ഷൂട്ടാവുന്നത് എന്നുള്ളതൊക്കെ നോക്കണം. ഫസ്റ്റ് നമുക്കത് ചെയ്യാൻ പോയിട്ട് ഇൻഷാ അല്ലാഹ്. ഇതൊരു വൺ വേ പോലെയാണ് ശരിക്കും. സൈഡ് കൊടുക്കാനൊക്കെ കുറച്ച് പ്രയാസമായി ഒരു വഴി. പക്ഷെ രസമാണ് ഈ വലിയ വണ്ടി എടുത്ത് ഇങ്ങോട്ട് പോരുമ്പോൾ. പിന്നെ ഇങ്ങനത്തെ ചളിയൊക്കെ കിട്ടിക്കഴിഞ്ഞാലാണ് ടെൻഷനാവുക. നമ്മൾ വണ്ടി കഴുകി ഒട്ടപ്പനാക്കി പുറത്തിറങ്ങുമ്പോഴേക്കും ഇങ്ങനെ സൈഡ് കൊടുക്കേണ്ട സ്ഥലം വരിക. അപ്പോൾ പിന്നെ നമ്മൾ ബുദ്ധിമുട്ടു. ടയറിൻ്റെ ആ ഒരു സൈഡ് ഭിത്തിയിലൊക്കെ ഫുള്ള് ചളിയാവും. ചെറിയ സ്കൂൾ ബസ്സൊക്കെ ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട്. അങ്ങനെ നമ്മൾ ഇലക്ട്രിക്കൽ വർക്കിലേക്ക് ഇറങ്ങിയിരിക്കുന്നു. ഇതാണ് ശ്യാമിൻ്റെ വർക്ക്ഷോപ്പ്. ശ്യാം തേടുകയാണ് ഏതാ നമ്പർ. ഇത് ശ്യാമിൻ്റെ ഫോട്ടോ വരച്ചത് അപ്പുറത്ത് അഫ്സൽ നടന്നൊരു ആർട്ടിസ്റ്റ് ഉണ്ട്, മൂപ്പർ വരച്ചതാണ്. ഇതിപ്പോൾ തന്നെ എൻ്റെതേ പേരുള്ള ആളാണ്, നല്ല ആർട്ടിസ്റ്റാണ്. പുള്ളി വാശിക്ക് വരച്ചത്. എങ്ങനെയുണ്ട്? ഇതിലും വലിയ പരസ്യം വേണം. ഇതാണ് നമ്മളെ ഫ്യൂസ് ഉരുകി പോകുന്ന ഫ്യൂസ്. എന്താ സ്ഥിതി? നിങ്ങൾക്ക് നേരണ്ടോ അല്ലെങ്കിൽ പോയിട്ട് വന്നോ? നമ്മളവിടെ സോൾഡർ ചെയ്യുകയാണ്. ആ സൗണ്ട് ബാറ്ററിൻ്റെ ഈ സാധനം അടിപൊളി സാധനം. നമ്മൾ അടുത്ത വർക്ക്ഷോപ്പിലെത്തി. ഇതിൻ്റെ AC-ൻ്റെ മറ്റേത് നമ്മൾ സോൾഡർ ചെയ്തിട്ടുണ്ട്. ഇലക്ട്രിക്കൽ ഒരു ഫ്യൂസ് ഉണ്ടല്ലോ, അത് സോൾഡർ ചെയ്ത് റെഡിയാക്കി. പക്ഷേ ഇതിൻ്റെ സ്റ്റാർട്ടിങ് മോട്ടറിന് പണിയുണ്ട്. അപ്പോൾ ഇതിൻ്റെ സ്റ്റാർട്ടിങ് മോട്ടർ നാളെ എന്താക്കണം, അയച്ചിട്ട് അതിൻ്റെ എന്താണ് പോയത് ഒന്ന് റെഡിയാക്കി എടുക്കാനുണ്ട്. റീസെറ്റ് ചെയ്യാൻ ഭയങ്കര സ്ലോ ആണ്. ഇനിയിപ്പോൾ നമ്മൾ AC-യുടെ ബെൽറ്റ് ഇടുക, എന്നിട്ട് AC-ക്ക് എന്താണ് കറണ്ട് വരാത്തത് നോക്കുക. അതാണ് അടുത്ത പരിപാടി. AC-യുടെ ബെൽറ്റ് ഇതിനകത്തുണ്ട്. ആണ് AC-യുടെ ബെൽറ്റ്. അപ്പോൾ തുടങ്ങാം. ഇടത്ത് ബെൽറ്റിൻ്റെ കാണുമോ ഇല്ല, എൻ്റെ വെയിലടിക്കുന്നുണ്ട്, ഫോക്കസ് കിട്ടും. ഏത് ഭാഗത്താണ് കൈ വരുന്നതെന്ന് പോലും മനസ്സിലാവുന്നില്ല കുറച്ചുവരെ. അങ്ങനെ ഷാജിയേട്ടൻ നമ്മളെ AC-ൻ്റെ ബെൽറ്റ് ഇട്ടു. അതിന് ശേഷം ഇലക്ട്രിക്കൽ കാര്യങ്ങളും ചെക്ക് ചെയ്തു. പിന്നെ അടുത്ത പണി നമുക്ക് ബാക്കി കണ്ടത് റൈറ്റ് സൈഡ് ടയറിൻ്റെ ഉള്ളിലത്തെ ഭാഗം ചെത്തി പോകുന്നുണ്ട്. അപ്പോൾ അതൊന്ന് അലൈൻമെൻറ്റ് ശരിയാക്കി എടുക്കാനുണ്ട്. ഇന്ന് നമുക്ക് ചെയ്യാൻ പറ്റിയത് സോൾഡറിങ് ചെയ്തു. മറ്റേ AC-യുടേത് ബെൽറ്റ് ഇട്ട ശേഷം പിന്നെ കറണ്ടൊക്കെ ചെക്ക് ചെയ്തു. കറണ്ട് ഡയറക്റ്റ് കൊടുക്കുമ്പോൾ പിന്നെ കംപ്രസർ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ കംപ്രസറിന് തകരാറൊന്നുമില്ല. അപ്പോൾ ആ വയറിംഗ് ഒന്ന് ചെക്ക് ചെയ്തതിൻ്റെ ആവശ്യമേ. അപ്പോൾ ഇതിൽ ഗ്യാസ് അടിച്ചാലേ ചെക്ക് ചെയ്യാൻ പറ്റുമെന്നാണ് പറഞ്ഞത്. കംപ്രസർ ഷാർട്ടാവും ഓട്ടോമാറ്റിക്. മറ്റേ അതിൻ്റെ റിലേയിലൊക്കെ കറക്റ്റ് എനിക്ക് അതിനെ പറ്റി അറിയില്ല. അപ്പോൾ AC-യുടെ വർക്ക്ഷോപ്പിൽ തന്നെ പോയിട്ട് ഗ്യാസ് അടിച്ച് അവരെ കൊണ്ട് ചെക്ക് ചെയ്യും. ഇതിപ്പോൾ എൻ്റെ സ്ഥിരം പണിയെടുപ്പിക്കുന്ന സ്ഥലത്ത് നിന്ന് നമ്മളെ ഷാജിയേട്ടൻ മെക്കാനിക്ക് പുള്ളിയാണിത് ചെയ്തത്. ചെക്ക് ചെയ്ത് നോക്കിയത്. ഇതിൻ്റെ ബീഡിങ് ഒക്കെ അടിപൊളി കേട്ടോ. ഇതിൻ്റെ ബീഡിങ് ഒക്കെ നല്ല സൂപ്പർ ബീഡിങ്ങാണ്. പുതിയതിട്ടതാണ്. അതിൻ്റെ എൻജിൻ റൂമിലായാലും ബീഡിങ് ഒക്കെ പക്ക ബീഡിങ്ങാണ്. മാഷാ അല്ലാഹ്. അപ്പോൾ എൻ്റെ വണ്ടി ഇങ്ങോട്ട് അടുപ്പിച്ചിടണം. ഇവിടെ
നമുക്ക് വേണമെങ്കിൽ രണ്ടിൻ്റെ എൻജിൻ റൂമുകൾ കമ്പയർ ചെയ്തിട്ട് വീഡിയോ ഇടണം. ഇൻഷാ അല്ലാഹ്. എൻ്റെ എൻജിൻ്റെ കവറ് എടുക്കാൻ വിട്ടുപോയിരുന്നത് ഇതട്ടെ. അതുപോലെ ഇതിന് മറ്റേ ഇവിടെ ഒരു ഹൈഡ്രോളിക് ഷോക്ക് വരും, ആ ഷോക്ക് ഇതിനില്ല. അപ്പോൾ അതും പിടിപ്പിക്കണം പറ്റുമെന്ന് വെച്ചാൽ. നമ്മൾ എൻജിൻ്റെ കവറ് എടാ നിൻ്റെ എൻജിൻ്റെ കവറ് കിട്ടിയടാ. ഓ മൈ ഗോഡ്, ടച്ച് സ്ക്രീൻ ഈസ് ഓൺ. ഓക്കെ, ഇതിൻ്റെ ഇത് മറ്റേതുപോലെ ക്ലിപ്പ് മാത്രമല്ല, ഇത് പിന്നെ നട്ടിട്ട് ടൈറ്റ് ചെയ്യണം. അപ്പം നട്ടൊക്കെ നോക്കി എടുത്തിട്ട് ടൈറ്റ് ചെയ്യണം. നട്ടൊക്കെ ഇതിൻ്റെ മേലെ തന്നെ ഉണ്ട് കേട്ടോ, ഇവരേണ്ട ആവശ്യമുള്ളൂ. ഇതാണൊരു പ്രോബ്ലം എന്ന് വെച്ചാൽ അവിടെ ഒരു പൈപ്പ് എക്സ്ട്രാ വന്നല്ലോ ഇതിൻ്റെ, അതാണ് അവിടെ കയറാനൊരു പ്രയാസം കളിക്കുന്നത്. അപ്പോൾ ഇതിവിടെ വരാത്ത രീതിയിൽ എന്തെങ്കിലും വെച്ച് സെറ്റ് ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ ഇവിടെ കട്ട് ചെയ്യേണ്ടി വരും. ഈ പൈപ്പ് ഒന്നും കൂടി അഴിച്ചിട്ട് മാറ്റി പ്ലേസ് ചെയ്യണം. എന്താണെന്ന് വെച്ചാൽ ഇത് വരഞ്ഞിട്ട് പൊട്ടിപ്പോകാൻ ചാൻസ് ഉണ്ട്. ഇതിൻ്റെ അടി കൂടെ അങ്ങോട്ട് എടുക്കണം. ഇപ്പം ഇങ്ങനെ വളഞ്ഞ് പൊളഞ്ഞല്ല വന്നത്, അത് പറ്റാന്ന് വെച്ചാൽ ഇതിൻ്റെ അടി കൂടെ എടുത്തിട്ട് ഇതിനൊന്ന് പെയിൻ്റ് അടിക്കാൻ വേണം, അതൊരു വൃത്തിയായില്ല. ഇവിടെ ശരിക്കും ABS മൊഡ്യൂൾ വരേണ്ടതാണ് ശരിക്കും വണ്ടിയിൽ, VX ഫുൾ ഓപ്ഷൻ്റെ അകത്ത്. ഇപ്പം എൻ്റെ വണ്ടിയിലും ആ വണ്ടിയിലൊന്നും ABS ഇല്ല. എൻ്റെത് LX ആണ്, അത് EX ആണ്. ഇതിൻ്റെ നട്ടൊക്കെ പുതിയ ഇട്ടിട്ടുണ്ടല്ലോ, മാഷാ അല്ലാഹ് കൊള്ളാലോ. ഇവർ ചെയ്യുന്ന സമയത്ത് പിന്നീട് നല്ല വൃത്തിക്ക് ചെയ്യും കേട്ടോ, നട്ടൊക്കെ മാറ്റിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതൊക്കെ ജോയിൻ്റൊക്കെ പുതിയതാണ്, ഇതൊക്കെ പുതിയതായിട്ടതാ. അപ്പോൾ ഇതൊന്ന് മാറ്റി ടൈറ്റ് ചെയ്താൽ നല്ല വൃത്തിയാവും. ശരിക്കും എൻജിൻ റൂം ഇല്ലെങ്കിൽ, ഈ കവർ ഇല്ലെങ്കിൽ കുറച്ചും കൂടി സൗണ്ട് കൂടുതലാണ് വണ്ടിക്ക്. നമ്മൾ വാക്വം എടുക്കുന്ന പൈപ്പാണ് കേട്ടോ, ടർബോൻ്റെ മറ്റേ EGR വാൾവിന്. ഇവിടെ കുറച്ച് സ്പേസ് ഉണ്ട്, ഇവിടെ എന്തെങ്കിലും വെച്ചപ്പോൾ ഇല്ലയാണോ, വണ്ടിയിൽ എന്തെങ്കിലും വെച്ച് നിറക്കുക എന്നുള്ളതാണ് മൈൻഡ്. അപ്പോൾ ശരി, നമുക്കത് പിന്നീട് ടൈറ്റ് ചെയ്യാം, തൽക്കാലം അങ്ങനെ കിടക്കട്ടെ. അടുത്ത വീഡിയോയിൽ നമുക്ക് എന്താക്കാം, ഇത് രണ്ടും വെച്ചിട്ട് ഒന്ന് കമ്പയർ ചെയ്യാം അങ്ങോട്ടും ഇങ്ങോട്ടും. എൻ്റെ ഗ്ലാസിൻ്റെ മേലെ ഒരു മഴവില്ല് പോലെ കാണുന്നില്ല, ഫ്രണ്ട് ഗ്ലാസ്സിൽ ഇതുണ്ട് ആൻറ്റി ഗ്ലെയർ കോട്ടിങ്. അതാണ് ഗ്ലോസ്, എന്താ പറയുക, ഒരു മഴവില്ല് പോലെ വരുന്നത്. സന്ധ്യാസമയമാണ്. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഇവിടെ അവസാനിപ്പിക്കാം. ഇൻഷാ അല്ലാഹ് അടുത്തൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. ബൈ ബൈ.